ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ഫ്ലക്സുകളാണ് വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. പായിപ്ര പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന 10-ാം ബൂത്ത് പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 15ഓളം ബോർഡുകൾ പൂർണ്ണമായും ഭാഗികമായും നശിപ്പിച്ചു. ഫ്ലക്സിൽ പലതിൽ നിന്നും ഡീൻ കുര്യാക്കോസിന്റെ തലയുള്ള ഭാഗം വെട്ടിമാറ്റിയിട്ടുമുണ്ട്. പായിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇത് രൂക്ഷമാക്കുന്നതിന് വേണ്ടി LDF പ്രവർത്തകരാണ് ഫ്ലക്സ് ബോർഡുകൾ തകർത്തതെന്നാണ് ലീഗിന്റെ ആരോപണം. അതേസമയം ഡീൻ കുര്യാക്കോസിന് വിജയം ഉറപ്പായതിനാൽ ആശങ്ക വർദ്ധിച്ച എതിർ പാർട്ടിക്കാരാണ് സംഭവത്തിന് പിന്നിലെന്ന് UDF പ്രവർത്തകരും ആരോപിച്ചു. ഇലക്ഷൻ തുടങ്ങിയ അന്ന് നമ്മൾ UDFന്റെ ഫ്ലക്സ് മൊത്തം കീറിയായിരുന്നു. അത് നമ്മൾ പിള്ളേരാന്നുള്ളൊരു ഇതിൽ പരിഗണനയിൽ നമ്മൾ ഒഴിവാക്കി വിട്ടു. ഇപ്പോൾ ഞങ്ങൾ 16-ാം തീയതി കൺവെൻഷൻ കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രി ഒരു 15 ഫ്ലക്സുകൾ കംപ്ലീറ്റ് തലയും ഇതും എല്ലാം വെട്ടി ക്ലിയർ ചെയ്ത് ഒരു ആസൂത്രിത ഒരു തീരുമാനം പോലെ, അതായത് ഇവിടെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരു രൂക്ഷ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പറ്റം ഒരു സാമൂഹ്യ വിരുദ്ധരുടെ പരിപാടിയാണിത്. അത് ഇവിടെ നടപ്പിലാവില്ല. ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF സംവിധാനത്തിൽ ഇവിടെ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും ഇവിടെ ഉണ്ടാവില്ല. അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകരും ഇവിടെ ഇല്ല. 16-ാം തീയതി നടന്ന കുടുംബസംഗമത്തിന് ശേഷമാണ് വ്യാപകമായി ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചിട്ടുള്ളത്. മൂവാറ്റുപുഴ പോലീസിൽ ബൂത്ത് ഭാരവാഹികൾ പരാതി നൽകിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സി മലയാളം ന്യൂസ്, എറണാകുളം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.